ഹലോ ഗായ്സ്, വെൽക്കം ടു LX Mysterious World. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലി മൊമെന്റ്സും പിന്നെ ഷോപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ വ്ളോഗാണ് കേട്ടോ ഇന്ന്. മിക്കപ്പോഴും ഫാമിലി ഒരുമിച്ചാണ് ചായ കുടിക്കാനിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. പൊതുവെ അങ്ങനെയുള്ള സമയത്തൊക്കെ വൻ കോമഡിയാണ്, വൻ ചർച്ചകളൊക്കെ ആയിരിക്കും കേട്ടോ നടക്കുന്നത്. മിക്കപ്പോഴും ട്രോൾസ് ആണ്, പരസ്പരം ട്രോളല്ലാണ് മെയിൻ പരിപാടി. ഒരു താല്പര്യമില്ലാതെ ജോലി ചെയ്യണ ഒരേ ഒരു ടീമാണ് ഗവൺമെന്റ് ജോലിക്കാര്. അപ്പൊ ഒട്ടുമിക്ക വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ചായ കുടിക്കാൻ എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുക. അപ്പൊ ഭയങ്കര കോമഡി ഇങ്ങനെ സംസാരം ഒക്കെയാണ്, ഓരോ ടോപ്പിക്കൊക്കെ ആയിട്ട് വൻ കോമഡിയാണ് ആ ടൈമില്. അവര് പറയുമ്പോ അയ്യോ, ഖാദിയുടെ കടയാണ് അതോ ഗവൺമെന്റിന്റെ ഡ്രസ്സാ? ഖാദിയാണ്. ഖാദി എന്ന് പറയുന്നത് തുണിയുടെ മെറ്റീരിയലിന്റെ പേരാണ്. അത് ഗവൺമെന്റിന് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ? അങ്ങനെയൊന്നും എല്ലാവരും വിൽക്കണം. അതായത് ഗവൺമെന്റിന്റെ ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ് എടുത്ത് സർക്കാരിന് കുറ്റം പറയാനാണ് പാർട്ടിക്ക് യൂട്യൂബിലിട്ടാണ് ഞാൻ കൊല്ലുന്നത്. ആറ്റിറ്റ്യൂഡ് ഓർത്തതാണ്. വേണമെങ്കിൽ എടുത്തോണ്ട് വെക്കുവെന്നൊക്കെയുള്ള മൈൻഡ്. എന്നാ വെള്ളയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉള്ളത് എന്താണല്ലേ. എത്ര രൂപ എടുക്കാം? 3000 രൂപ 4000 രൂപ കണ്ടിച്ചില്ലാത്ത പരിപാടി. മുണ്ടിന് എത്ര രൂപ? 3000 രൂപ. മുണ്ടിന് 3000 രൂപയെ? പിന്നെ ഇവരെ പോലെയുള്ള ധനമോഹികളൊക്കെ എടുത്തോണ്ട് പോകും. അല്ല, ആഡംബര മോഹികൾ. അച്ഛനെന്ന കളറുള്ള എന്നിട്ടാണ് അച്ഛൻ. അതാണ് ഈ അച്ഛൻ കഴുകണ. അത് ശരിയാണല്ലോ. ചുരുങ്ങി പോന്ന് പറഞ്ഞവര്. അയ്യ, അച്ഛന് ഇതെന്താ കഴുകിട്ടൊക്കെ ഇടണ? ഓ, പ്രശ്നേഷോ അവരതൊക്കെ പിടിച്ചതാണെന്ന്. എവിടെ പോയിച്ച് എന്ത് പറയാനാ വിളിച്ച? എന്നിട്ട് തരാന്ന് പറഞ്ഞ ഇട്ട് നോക്കിയാ? അമ്മ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞ കല്യാണാണ്. അപ്പൊ അതിനുള്ള ബ്ലൗസ് തയ്ക്കണം. 4 ബ്ലൗസ് എടുത്തിട്ട് ഇന്നലെ കൊടുത്തിട്ട് നാളെ തയ്ച്ചു തരണമെന്ന് പറഞ്ഞൊരു ചേച്ചിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിന്റെ കാര്യമാണ്. അത് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി കൊണ്ട് സ്വർത്തി പറഞ്ഞിരുന്നു. ഈ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് പല ശബ്ദങ്ങളുണ്ടാകും, നിങ്ങൾ ആരും അത് ശ്രദ്ധിക്കുന്നു കേട്ടോ. ഒരു പാട്ട് പാടി തിരിച്ച്. ഉറക്കെ പാടിയാ കിട്ടിയത്. ആദ്യം മുതൽ പാട്. ചന്ദനം ചാർത്തിയ ഹേമന്ത മാനസദേവന്റെ ചുംബന പൂക്കളോ നിരവധി നിന്റെ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ സ്റ്റുഡിയോയിലൊക്കെ കണ്ടതിന് പോസ്റ്റാണ്. പോസ്റ്റ് പോയാലോ? ഈ മന്ദം നടന്നു പോകുന്ന മുതലിനെ കണ്ടോ? ഇതാണ് കേട്ടോ എന്റെ അനിയൻ അച്ചു. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ ഇയാൾക്കൊരു ഷർട്ടും ജീൻസും പിന്നെ ഒരു ചെരുപ്പും അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. 2 ഫ്ലോറിലായിട്ട് അത്യാവശ്യം നല്ല വലിയ സ്റ്റുഡിയോ നമ്മുടെ ഇവിടെ വൈപ്പിനിലുള്ളത്. ഇത് ഇളങ്ങുന്നപ്പോഴേക്കും പെരുമാൾപ്പടിക്ക് നടുക്കായിട്ടാണ് കേട്ടോ ഈ സ്റ്റുഡിയോ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ലേഡീസ് വെയർസ് ആണ് കേട്ടോ. അവിടെ അക്സസറീസും പിന്നെ മേക്കപ്പ് ഐറ്റംസും ഫുഡ് വെയർസ് ഒക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ മെൻസ് വെയർ ആണ് കേട്ടോ. അവരുടെ അക്സസറീസും അവരുടെ ഫുഡ് വെയർസും അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല വലിയ ഔട്ട്ലെറ്റ് ആണ് ഇത്.
സൂപ്പർ വൈറ്റ് ആണ് വൈറ്റ് പോക്കറ്റൊക്കെ കിടില ഇട്ടോ. ആ ഇവിടെ ഇത് എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര വലിയ സ്റ്റുഡിയോ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറിനൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇത് തപ്പാണ് ഇവിടെ കിടന്ന്. പുള്ളി എടുക്കണ മൊത്തം വൈറ്റ് ആണ് കേട്ടോ. അവിടെ പോയി വൈറ്റ് ട്രൈ ചെയ്യും, എന്നിട്ട് അവിടെ വെക്കും. അടുത്ത വൈറ്റ് എടുക്കും, ട്രൈ ചെയ്യും, അവിടെ വെക്കും. ഇത് തന്നെയാണ് പണി. അവസാനം ഏതാ എടുത്തതെന്ന് നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് കേട്ടോ. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞിട്ടാ വിട്ടേക്കണേ, ബ്ലാക്ക് എടുക്കരുത്, ബ്രൗൺ എടുക്കരുത്, മെറൂൺ എടുക്കരുത്, ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് ഒന്നും എടുക്കരുതെന്ന് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടാണ് അമ്മ വിട്ടേക്കുന്നത്. ഏത് വാവ്, അവിടെ നല്ല കളറുണ്ട്. ഇവിടുത്തെ എന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? നമ്മൾ ഈ റിവ്യൂസ് ഒക്കെ പറയുമ്പോ പുറകെ കിടന്ന് ഒരാൾ ഷൂട്ട് ചെയ്യില്ലേ, അതേപോലെയാണ് എന്റെ അവസ്ഥ. ഞാൻ ഇയാള് നടക്കുന്നിടത്തൊക്കെ ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കലാണ്. ആൾക്കാരൊക്കെ നോക്കുമ്പോ ഞാനെന്തോ ഷൂട്ട് ചെയ്യാൻ ഇവിടെയൊക്കെ വന്ന ആരോ പോലെയാണ്. ഇയാളാണെങ്കിൽ നിർത്തുന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയി. കൊള്ളാം, കുഴപ്പമില്ല. അതൊക്കെ വിന്റേജ് മോഡൽ, അതൊക്കെ പറ്റൂല കല്യാണത്തിന്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ സ്റ്റുഡിയോയും പൂട്ടി അവരുടെ കൂടെ ഒന്നിച്ച് അങ്ങോട്ട് പോകാം. ആ ഒരു സമയം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്നേഷ് ഡ്രസ്, പ്രശ്നേഷ്. ഗ്രീൻ ഹൗസ് ഫാൻസ് ട്രോളി കൊല്ലരുത് കേട്ടോ. നിങ്ങൾ അതല്ലേ ഉദ്ദേശിച്ചേ? ഏതാണിതാ? അത് ബ്രാൻഡ് അംബാസിഡർ പ്രശ്നേഷ്. കോപ്പിറൈറ്റ് അടിക്കോ? പുള്ളി യൂസ് ചെയ്യുന്ന മോഡൽ ഡ്രസ് തന്നെ ഉദ്ദേശിച്ചുള്ളൂ. താനതൊന്ന് ഇട്ട് നോക്കിയേ. എനിക്കൊന്നും അത് ചെറുതാണെന്ന്. വീഡിയോ ആണത്, ചെറുതുപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു. നല്ല ഷോ ആയിരിക്കും. ഷർട്ട് തീർന്ന ഇവിടെ ഒന്നും ഇല്ലെന്ന്. ഇത്ര വലിയ ഷോറൂമിൽ, സ്റ്റുഡിയോന്റെ ഇത്ര വലിയ ഷോറൂമിൽ വന്നിട്ട് ഇവിടെ ഒന്നും ഇല്ലാന്ന്. എനിക്ക് വയ്യ നടന്ന്, കുറെ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. കുറെ എന്നെ കാണാതെ ആകുമ്പോ തിരിച്ചു വരും. അവിടെ പോയി. അയ്യോ, എടുത്തതല്ലേ, സെൻട്രിൽ നിന്ന് എടുത്തതല്ലേ. വൈകുന്നേരം ഈ ഒരു മൂട് മതി. യാ, ഇറ്റ്സ് നൈസ്. അത് ട്രൈ ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ഓയ് നല്ല കറുത്തിരിക്കുന്നു, കാണുന്നു. ഇങ്ങോട്ട് രസമില്ല, നല്ല ഈ ലൈറ്റത്ത് തന്നെ കാണുന്നില്ല. ആരാണത്? എന്താണത്? എന്റെ പൊന്ന് ഗൈസ്. പിന്നെ ഡ്രസ്സ് കടയിലും ചെരുപ്പ് കടയിലൊക്കെ പോയിട്ട് മിറർ സേഫി എടുത്തില്ലെങ്കിൽ പാപം കിട്ടുന്ന പറയാ. ആ പാപം ഞങ്ങക്ക് വേണ്ട, അതുകൊണ്ട് 5-6 എടുത്തങ്ങ്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടായിരുന്ന? ഓ, ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. ഞാനിട്ടു. സ്പീഡിൽ ഇറങ്ങോ ഗൈസ്? പാറു സ്കിഡായെന്നല്ല, ഞാൻ സ്കിഡായെന്ന് പറഞ്ഞു. അത് കൊള്ളാം. അമ്മക്ക് എന്തായാലും ചെരുപ്പ് വേണം. എവിടെ നോക്കട്ടെ. പിന്നെ സാരിക്കാണ്. ഇതെല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ഗൈസ് എന്നൊക്കെ. ഇതാ, പക്ഷെ ഇതിലും വലുത്. കുഞ്ഞപ്പൻ തന്നെ പണിയെടുക്കാം, ചോറില്ലാതെ ആക്കുമെന്ന്. ശരിയാണ്, അമ്മ തട്ടി വീണ വല്ല അമ്മക്ക് എന്തെങ്കിലും പറ്റി ചോറ് വെക്കാൻ ആരുമില്ല എന്നൊക്കെ.
അതല്ല ഞാൻ തട്ടി വീണാലെന്നേ ഉദ്ദേശിച്ചുള്ളൂ. താങ്കൾ എന്തിനാണ് ചിന്തിച്ച് കാട് ബട്ടലും കയറുന്നത്? ഇത് മേടിച്ചു കൊടുത്താലോ? അമ്മ സ്കൂളിൽ പോണല്ല കല്യാണത്തിന്. സാരി കൊണ്ടുവരുന്ന എനിക്ക് കുറച്ച് സീരിയസ് ആയാലോ? ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോ ഡ്രസ്സ് എടുത്തിട്ട് വരണേണ് കേട്ടാ. സ്റ്റുഡിയോ കയറി ഡ്രസ്സ് എടുത്ത് ഇന്നലെ മുതൽ ഓരോ കടകളിൽ കയറി ഡ്രസ്സ് എടുക്കുകയാണ്. കാലുവേണ്ട എടുക്കുന്നത്. അയ്യോ ഞാനുണ്ടല്ലോ 2-2.5 മണിക്കൂറാണ് ഇയാൾക്കൊരു ഷർട്ട് എടുക്കാൻ, ഒരു ജീൻസ് വേണം, ഒരു ചെരുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് നടന്നാ. എന്നിട്ട് എൻ്റെ ഒരു 5 മിനിറ്റിന് കാലുവേണ്ട എടുക്കുന്നൊക്കെ. ഞാർക്കേ പോവാ? അതായിട്ട് എന്തിനാ കുറക്കണ? ഹലോ അവനാണ് ഹായ് ബേബി, സുന്ദരനാണ്. ഹായ് ഹായ് ഹായ്. ഇവനെന്ത് സുന്ദരനവന്. വിശക്കുണ്ടോ? അത് നോക്കി അതിലെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ എന്താണ്? നാം ഏത് ജില്ലയിൽ നടന്നൊക്കെ, അയ്യോ ഏത് സ്റ്റേറ്റിൽ നടന്നൊക്കെ. ഇവൻ ഭയങ്കര സീരിയസ് ആണ്. ഇവൻ ശരിയല്ല. ഇവൻ ക്യൂട്ടാണ്. ഇവന് ക്യൂട്ടാണ്. വന്നിരുന്നണ്ട എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? എത്രയാണെന്നാവോ? തന്റെ കയ്യാനങ്ങൾ ആക്രമണം. ഇവനെടുത്തോ? ഇവൻ നല്ല ആക്രമണം കാണിക്കുന്നത്. കണ്ണന്റെ വീട്ടിലേക്ക് വരുന്നില്ല. പോയാലോ? എന്താണ്? ഇല്ല കൊണ്ടുപോകൂല. കണ്ണന്റെ വീട്ടിലേക്ക് ഞാൻ ഇല്ല, നിന്നെ കൊണ്ടുപോകൂല. നിങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞങ്ങളൊക്കെ വെറുതെ കിട്ടും. ഞാൻ ജാവാലിപ്പെട്ടിനെ മേടിച്ചോളാട്ടാ. അധികം ഷോ ഓർക്കണ്ട, അധികം ഓർക്കണ്ട, അധികം ഷോ വേണ്ട. കുളിക്കൂടെ? അജി മൂട് കാണിക്കണ മൂടൻ, തെങ്ങ് മൂടൻ. എന്താണ് പ്രശ്നം? എന്താണ് ബഹളം വെക്കണ? എന്താണ്? പോവാ. അങ്ങനെ ഞങ്ങൾ പോണ വഴി മാധവ ഹോട്ടലും കൂടെ കയറി കേട്ടോ. അവിടുത്തെ ബിരിയാണി കിഡുവാണെന്ന് ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അവിടെ ബിരിയാണി ഉണ്ടായില്ല. അപ്പോൾ കറി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലാം, എന്നിട്ട് അവിടെ ഒന്നിച്ചിരുന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ച് കറി വാങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നടരാജ സർവീസിലാണ് മക്കളെ. ഇവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് പോവാ. ഇനിയൊരു സൺസ്ക്രീനും കൂടെ നോക്കണം. അല്ല വലുത് ആദ്യം അത് തീർക്കുന്നിട്ടല്ലേ എടുത്തത്. ഇത് കണ്ട നിങ്ങളിത് കാണുന്നുണ്ടോ? പൊതുവെ സ്പ്രേ അത്ര എന്നൊക്കെ വെച്ച് എനിക്ക് ഭ്രാന്താണ്. എന്റെ ഫേവറേറ്റ് ഇത് ചമ്മിയിരിക്കുന്നു ഗായ്സ്. ഹായ്. ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ചമ്മിയിരിക്കുന്നു ഗായ്സ്. അയ്യോ ഈ ചേട്ടന ഓട്ടോയ്ക്കാണ് നേരത്തെ ഞാൻ പോയത്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊളിക്കുക, എന്തിനാണെന്നൊക്കെ ചെയ്തോ. അപ്പൊ ഇത്രയുള്ളൂ. ഇനി അടുത്ത് എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരാം. ബൈ ബൈ.